20 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തുന്ന ഒരാളുടെ വലിയ സമ്പാദ്യം വെറും 2 വർഷം കൊണ്ട് പൂർണ്ണമായും തീർന്നു പോയാൽ എന്ത് ചെയ്യും? കേരളത്തിൽ ഇന്ന് ഒട്ടനവധി ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ എമർജൻസി ഫണ്ട് റെഡിയാണോ എന്നത് ചെക്ക് ചെയ്യുക എന്നതാണ്. ഗൾഫിലായിരുന്നപ്പോൾ നമുക്ക് കൃത്യമായി മാസം തോറും വലിയൊരു തുക ശമ്പളമായി ലഭിച്ചിരുന്നു. എന്നാൽ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആ പണത്തിന്റെ ഒഴുക്ക് പെട്ടെന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് കുറഞ്ഞത് 6 മാസം മുതൽ 12 മാസം വരെയുള്ള നമ്മുടെ കുടുംബത്തിന്റെ എല്ലാവിധ ചെലവുകൾക്കുള്ള പണം ലിക്വിഡായി മാറ്റിവെക്കണം. ബാങ്ക് അക്കൗണ്ടിലോ പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയുന്ന ഫണ്ടുകളിലോ ഉണ്ടായിരിക്കണം ഇത്. നമ്മൾ വിചാരിക്കും ഈ മാറ്റിവെക്കുന്നത് വലിയൊരു തുകയൊന്നും ആകില്ല എന്ന്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ നാട്ടിലെ ചെലവുകൾ നമ്മുടെ സാധാരണ പ്രതീക്ഷകൾക്കും അപ്പുറമായിരിക്കും. അത് നമ്മൾ പലപ്പോഴും മുൻകൂട്ടി ഓർക്കാറില്ല. നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ചെലവുകൾ വർദ്ധിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് പെട്ടെന്നുണ്ടാകുന്ന മെഡിക്കൽ ആവശ്യങ്ങളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ വരുമ്പോൾ ഈ ഫണ്ട് വലിയൊരു തണലായി മാറും. രണ്ടാമതായി, നമ്മുടെ എല്ലാ ലോണുകളുടെയും കൃത്യമായ അവസ്ഥയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രവാസിയായിരുന്നപ്പോൾ പല ആവശ്യങ്ങൾക്കായി എടുത്ത ഹോം ലോൺ, പേഴ്സണൽ ലോൺ, പിന്നെ ക്രെഡിറ്റ് കാർഡ് ബാധ്യതകൾ എന്നിവയെല്ലാം ഇതിൽ വരും. ഇവയുടെയെല്ലാം പലിശ നിരക്കുകൾ എത്രയാണെന്ന് കൃത്യമായി കണക്കാക്കുക. ഉയർന്ന പലിശയുള്ള കടങ്ങൾ നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുൻപ് തന്നെ പൂർണ്ണമായി തീർക്കാൻ ശ്രമിക്കണം. കടങ്ങൾ നിലനിർത്തിക്കൊണ്ട് നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, NRI, NRO അക്കൗണ്ടുകളുടെ കൃത്യമായ റിവ്യൂ ആണ്. ഗൾഫിലായിരുന്നപ്പോൾ നമ്മൾ NRI അക്കൗണ്ടുകൾ വഴിയാണ് നാട്ടിലേക്ക് പണം അയച്ചിരുന്നത്. എന്നാൽ നാട്ടിൽ സ്ഥിരതാമസമാക്കുമ്പോൾ ഈ അക്കൗണ്ടുകൾ സാധാരണ റെസിഡന്റ് അക്കൗണ്ടുകളായി മാറ്റേണ്ടതുണ്ട്. ഏത് അക്കൗണ്ട് നിലനിർത്തണം, ഏത് കൺവേർട്ട് ചെയ്യണം എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം പലപ്പോഴും നികുതിയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിമാറാം. നമ്മുടെ അക്കൗണ്ടുകളിൽ കിടക്കുന്ന പണത്തിന്റെ പലിശയ്ക്ക് മേൽ ടാക്സ് വരുന്നത് ഇവിടെയാണ്. നാലാമത്തെ മറ്റൊരു കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്നതാണ്. ഗൾഫിലുണ്ടായിരുന്ന കമ്പനിയുടെ മെഡിക്കൽ കവറേജ് ഇനി നാട്ടിൽ കിട്ടില്ല. പ്രായമാകുമ്പോൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നാട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ സ്വന്തമാക്കണം. അഞ്ചാമതായി, ടേം ഇൻഷുറൻസ് റിവ്യൂ ചെയ്യുക എന്നതാണ്. നിങ്ങളെ വിശ്വസിച്ച് കഴിയുന്ന കുടുംബത്തിന് നിങ്ങളില്ലാത്തൊരു അവസ്ഥ വന്നാൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകാൻ ഇത് സഹായിക്കും. ഇനി ഒന്ന് ആലോചിക്കണം, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം മുഴുവൻ ആശുപത്രി കാര്യങ്ങൾക്കായി മാത്രം തീർന്നു പോയാൽ നമ്മുടെ ഭാവി എന്താകും? ആറാമത്തെ കാര്യം, പ്രവാസ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന PF അല്ലെങ്കിൽ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് കൃത്യമായി ക്ലെയിം ചെയ്യുക എന്നതാണ്. ഈ തുക കൈപ്പറ്റിയ ഉടനെ വലിയൊരു കാറോ മറ്റ് ആഡംബരങ്ങളോ വാങ്ങാൻ ഉപയോഗിക്കരുത്. പലരും ഈ പണം കൈപ്പറ്റിയ ഉടൻ തന്നെ അനാവശ്യമായ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാറുണ്ട്. ഏഴാമതായി, പെൻഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് കോർപ്പസ് കാൽക്കുലേഷൻ നടത്തണം. നാട്ടിൽ ജീവിക്കാൻ മാസം എത്ര രൂപ വേണം എന്ന് കൃത്യമായി കണക്കാക്കുക. വരും വർഷങ്ങളിലെ വിലക്കയറ്റം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. എട്ടാമത്തെ കാര്യം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫണ്ടാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ഇന്ന് വലിയ തുക ആവശ്യമായി വരും. ഇത് മുൻകൂട്ടി കണ്ട് മാറ്റിവെക്കണം. വിദേശത്ത് പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ വലിയ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാനോ കുട്ടികൾ ആഗ്രഹിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കും. ഒൻപതാമതായി, ഒരു മന്ത്ലി ബജറ്റ് തയ്യാറാക്കുക. വരുമാനം നിലച്ച സാഹചര്യത്തിൽ ചെലവുകൾ നിയന്ത്രിക്കാൻ കൃത്യമായ ബജറ്റ് അത്യന്താപേക്ഷിതമാണ്. ദിവസേനയുള്ള ചെലവുകൾ പോലും കൃത്യമായി രേഖപ്പെടുത്തണം. നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഈ ബജറ്റിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അനാവശ്യമായ സബ്സ്ക്രിപ്ഷനുകളും വലിയ യാത്രകളും ഈ ഘട്ടത്തിൽ കുറയ്ക്കുന്നത് നന്നായിരിക്കും. പത്താമത്തെ കാര്യം, ബാങ്കിൽ മാത്രം പണം സൂക്ഷിക്കരുത് എന്നതാണ്. അസറ്റ് അലോക്കേഷൻ വളരെ പ്രധാനമാണ്. ഒരു വലിയ തുക മുഴുവൻ ബാങ്ക് FDയിൽ ഇട്ടാൽ ഇൻഫ്ലേഷൻ, അതായത് വിലക്കയറ്റം, ആ പണത്തിന്റെ മൂല്യം ചോർത്തിക്കളയും. അതുകൊണ്ട് പണം പലയിടങ്ങളിലായി വികേന്ദ്രീകരിക്കണം. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പലരും ഈ ഘട്ടത്തിൽ വലിയ റിസ്ക് ഉള്ള ബിസിനസ്സുകളിൽ പോയി പണം ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ഇത് വലിയ അപകടമാണ്. പലരുടെയും സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടാൻ ഇത് കാരണമാകാറുണ്ട്. അതുകൊണ്ട് പുതിയ ബിസിനസ് പ്ലാനുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. പെട്ടെന്ന് ചാടി വീഴരുത്. 11ാമതായി, ടാക്സ് ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കുക എന്നതാണ്. നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാറുന്നതനുസരിച്ച് നികുതി നിയമങ്ങളും മാറും. അതുകൊണ്ട് ഒരു ടാക്സ് എക്സ്പേർട്ടുമായി സംസാരിക്കുന്നത് നല്ലതാണ്. 12ാമത്തെ കാര്യം, എല്ലാ ഡോക്യുമെന്റ്സും അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. പാസ്പോർട്ട്, പാൻ, ആധാർ, ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയിലെല്ലാം പുതിയ അഡ്രസ്സും വിവരങ്ങളും നൽകണം. ഇത് പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും. 13ാമതായി, ഒരു വിൽ അല്ലെങ്കിൽ നോമിനേഷൻ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ സമ്പാദ്യം നമ്മൾ ആഗ്രഹിക്കുന്നവരിലേക്ക് തന്നെ എത്താൻ ഇത് വളരെ പ്രധാനമാണ്. 14ാമത്തെ കാര്യം, വീട് നിർമ്മിക്കണോ എന്നതാണ്. ഗൾഫുകാരുടെ ഏറ്റവും വലിയ ബലഹീനത വലിയ വീടുകൾ പണിയുക എന്നതാണ്. വികാരപരമായ തീരുമാനങ്ങളെ പലപ്പോഴും സാമ്പത്തികമായ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതായിരിക്കും. വലിയൊരു വീട് പണിത് പണം മുഴുവൻ അതിൽ ലോക്ക് ചെയ്താൽ അത് പിന്നീട് വരുമാനം തരികയില്ല.
അത് തികച്ചും ഒരു ഡെൻ ഇൻവെസ്റ്റ്മെന്റായി മാറിയേക്കാം. അതുകൊണ്ട് വീട് നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കല്ലിലും മണ്ണിലും മാത്രം ഒതുങ്ങിപ്പോകരുത്. 15ാമത്തെ കാര്യം റിട്ടേൺ കഴിഞ്ഞുള്ള ഇൻകം പ്ലാനാണ്. വരുമാനം നിലച്ചാലും മാസം തോറും ഒരു തുക കയ്യിൽ വരാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണം. ഇതിനായി ഒരു മ്യൂച്വൽ ഫണ്ട് വഴി SWP അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സുരക്ഷിതമായ ചില FDകളും നോക്കാം. റിയൽ എസ്റ്റേറ്റിൽ നിന്ന് വാടക വരുമാനം ലഭിക്കുന്ന കാര്യവും ആലോചിക്കാം. നമ്മുടെ കയ്യിലുള്ള തുക എത്ര കാലം മുന്നോട്ട് പോകും എന്ന് കൃത്യമായി പ്ലാൻ വേണം. പലരും ചിന്തിക്കുന്നത് നാട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നാണ്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങിൽ മാത്രമാണ് നിങ്ങളുടെ പ്രവാസ സമ്പാദ്യത്തെ സംരക്ഷിക്കുക. ഈ വീഡിയോ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു SEBI രജിസ്ട്രേഡ് അഡ്വൈസറുമായി ബന്ധപ്പെടുക.